നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് അറിയാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉപ്പിന് ഏർപ്പെടുത്തിയ നികുതിക്ക് കുത്തകയ്ക്കുമെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 മാർച്ച് 12 ആരംഭിച്ച അഹിംസായുധ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. സാധാരണ ജനങ്ങൾ സ്വന്തം നാട്ടിൽ നിന്ന് ഉപ്പ് ശേഖരിച്ചാലും നികുതി അടയ്ക്കേണ്ടി വന്നു. ദരിദ്രരായ ആളുകൾക്ക് ഉപ്പ് വാങ്ങാൻ ബുദ്ധിമുട്ടായി. ഈ അനീതിക്കെതിരെ മഹാത്മാഗാന്ധി സമാധാനപരമായ ഒരു സമരം ആരംഭിച്ചു. അതാണ് ഉപ്പ് സത്യാഗ്രഹം. 1930 മാർച്ച് 12 ഗാന്ധിജി ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 78 സഹപ്രവർത്തകരോടൊപ്പം നടന്ന് യാത്ര തുടർന്നു. ഏകദേശം 390 കിലോമീറ്റർ നടന്ന ശേഷം ഏപ്രിൽ 6 ദണ്ഡി എന്ന കടൽ തീരത്ത് എത്തി. അവിടെ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് എടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ നിയമം അദ്ദേഹം ലംഘിച്ചു. ഈ സംഭവം രാജ്യമെമ്പാടും വലിയ ഉണർവ് സൃഷ്ടിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഉപ്പ് ഉണ്ടാക്കുകയും സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പലരെയും ജയിലിൽ അടച്ചെങ്കിലും അവർ അഹിംസയുടെ മാർഗം വിട്ടില്ല. ഉപ്പ് സത്യാഗ്രഹം ലോകത്തിന് ഇന്ത്യയുടെ ഐക്യവും ധൈര്യവും അഹിംസയുടെയും ശക്തി കാണിച്ചു കൊടുത്തു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനുള്ള പോരാട്ടത്തിന് ഈ സമരം വലിയ കരുത്തായി. ഓർക്കുക, 1930 ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം. നേതാവ് മഹാത്മാ ഗാന്ധിജി. യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന്. യാത്ര അവസാനിച്ചത് ദണ്ഡി കടപ്പുറത്ത്. സമരത്തിന്റെ ലക്ഷ്യം അന്യായമായ ഉപ്പ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കുക. നന്ദി.